സിന്ദാബാദ് ഇതുവഴിക്കു ഹിതമൊരുക്കും ധർമ്മ വിപ്ലവം. അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ പ്രിയങ്കരനായ ഈ ജനകീയ സദസ്സിന്റെ ഉദ്ഘാടകൻ മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അവർ, ഇവിടെ സന്നിഹിതനായിട്ടുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, കണ്ണൂർ ജില്ലയുടെ ചാർജ് വഹിക്കുന്ന ഏറെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് PM നിയാസ്, KPCCയുടെ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ ചന്ദ്രൻ തില്ലങ്കേരി, ശ്രീ ഫിലോമിന ടീച്ചർ ഉൾപ്പെടെ KPDCC വൈസ് പ്രസിഡന്റ് ശ്രീ VV പുരുഷോത്തമൻ, സുദീപ് ജെയിംസ്, മറ്റ് മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ്, മറ്റ് പോഷക സംഘടന ജില്ലാ പ്രസിഡന്റുമാരുൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഏറെ പ്രിയങ്കരായ നേതാക്കന്മാരെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കൾ, ഏറെ കാലിക പ്രസക്തമായ ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ടാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ജനകീയ സദസ്സ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ CPMന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായ മനോ തോമസ് വെളിപ്പെടുത്തിയ വിഷയങ്ങൾ, അത് മനോ തോമസ് വെളിപ്പെടുത്തിയത് കൊണ്ട് ഇന്ന് കേരളത്തിലെ അതൊരു വാർത്തയായി വന്നിരിക്കുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ഏതാനും കാലമായി കേരളത്തിലെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. അത്തരം വിഷയങ്ങൾ സമഗ്രമായ അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളികൾ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളവർ അവരാരാണോ അവർക്കെതിരെ നടപടികൾ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ മനോ തോമസ് പറഞ്ഞിരിക്കുന്നതും ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ, ഇവിടെ സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, ലഹരി മാഫിയ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളിൽ ഇവിടെയുള്ള നേതാക്കന്മാരുടെ മക്കൾ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ മനു പറയുന്നത് T. ജയരാജന്റെ മകൻ, T. ജയരാജൻ എന്ന് പറഞ്ഞാൽ CPMന്റെ മുൻ ജില്ലാ സെക്രട്ടറിയാണ്, CPMന്റെ സമുന്നതരായ സംസ്ഥാനത്തെ നേതാവാണ്. അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെയുള്ളവർ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട്, സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി ഇവിടെ സൂചിപ്പിക്കപ്പെടുകയാണ്. പ്രേമനവരെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഈ വിഷയങ്ങൾ ഞാൻ വളരെ വ്യക്തമായി ഞങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അത്തരം കാര്യങ്ങളൊന്നുമില്ല എന്നാണ് പൊതുസമൂഹത്തിന് CPMന്റെ നേതാക്കന്മാർ അന്ന് പറഞ്ഞത്. എങ്കിൽ ഇന്നിവിടെ മനോ തോമസ് CPMന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്ന മനോ തോമസ് വളരെ വ്യക്തമായി ഇവിടെ സൂചിപ്പിക്കുമ്പോൾ അത്തരം വിഷയങ്ങളെക്കുറിച്ച് മറുപടി പറയുവാൻ CPMന്റെ നേതൃത്വത്തിന് സാധിക്കുന്നില്ല. എന്നാൽ മനോ തോമസ് അത് പുറത്തായപ്പോൾ പറയുന്നതല്ല. മനോ തോമസ് CPMന്റെ ജില്ലാ കമ്മിറ്റിക്ക് ഒരു കത്ത് കൊടുത്തിരിക്കുന്നു. നിരവധി വിഷയങ്ങൾ ഊന്നിയിട്ടുണ്ട്. അതിലൊന്നാണ് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. CPMന്റെ DYFIയുടെ സമുന്നതനായ നേതാവ് ഇന്ന് യുവജന കമ്മീഷനായിരിക്കുന്ന ഷാഫിർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൂടെ വ്യക്തമാക്കുന്നത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ T. ജയരാജൻ ഇവിടെ കോറമുണ്ടാളിമാരെ അവർക്ക് സഹായകരമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന CPMന്റെ ഏരിയ സെക്രട്ടറിമാരെ നിയമിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, കോറമുണ്ടാളിമാരെ പീഡിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. ഇവിടെ സ്വർണം പൊട്ടിക്കൽ, സ്വർണ്ണം കള്ളക്കടത്ത് നടത്തുന്നു. ലഹരി മാഫിയയ്ക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്നു. ഇത്തരം വിഷയങ്ങളൊക്കെ ഇവിടെ കൃത്യമായി പ്രതിപാദിക്കപ്പെടുമ്പോൾ, അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഇത്തരം കാര്യങ്ങളിലൊന്നും
സെക്രട്ടറി പ്രസ്താവന ഇറക്കിയത്. അന്വേഷണം നടത്തി കാര്യങ്ങൾ മനസ്സിലാക്കി ഈ പറയുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. ഈ ആരോപണങ്ങൾ അന്വേഷിക്കുന്നത് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് സിപിഎം തമ്മിലുള്ള സിപിഎംകാർ തമ്മിലുള്ള ഡിവൈഎഫ്ഐക്കാർ തമ്മിലുള്ള വിഷയമല്ല. ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ലഹരി കേസുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം വരുമ്പോൾ സിപിഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ തന്നെ ഡിവൈഎഫ്ഐ നേതാവിനെതിരെ സിപിഎം നേതാവിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ നിലനിർത്തുമ്പോൾ അത് അന്വേഷിക്കുന്നത് സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറിയോ സിപിഎമ്മിന്റെ നേതൃത്വവുമല്ല. ഇവിടെ അന്വേഷിക്കുന്നത് ഒരു സ്വതന്ത്ര ഏജൻസി പോലീസ് അന്വേഷിച്ച് കുറ്റക്കാരെ പൊതുജന സമൂഹത്തിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത്തരം അന്വേഷണം നടത്താൻ തയ്യാറായിട്ടില്ല. ഇവിടെ എവിടെ എത്തി നിൽക്കുന്നു നിങ്ങളൊന്ന് ചിന്തിക്കണം. ഈ നാട്ടിൽ ഈ കെ നായനാരുടെയും ഈ കണ്ണനുമൊക്കെ പ്രസ്ഥാനം ചെയ്ത ഈ ജില്ലയിൽ ഇന്ന് പിണറായി വിജയൻ ഈ പാർട്ടിയെ ഗോവിന്ദൻ മാസ്റ്റർ ഈ പാർട്ടിയെ എവിടെ എത്തിച്ചു നിർത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. സ്വർണ്ണം പൊട്ടിക്കലിന്റെ പാർട്ടി, സ്വർണ്ണ കള്ളക്കടത്തിന്റെ പാർട്ടി, ഓരോ മാഫിയയുടെ പാർട്ടി ഈ പാർട്ടി മാറിയിരിക്കുന്നു. ഈ ജയരാജന്റെ മകന് ബിസിനസ് എന്താ നിങ്ങൾ പരിശോധിക്കണം. കോഫി ബിസിനസ്സാണ്. എന്താണ് ആ ബിസിനസ് കൊണ്ട് കിട്ടുന്ന ലാഭം അന്വേഷിക്കണം. കോടിക്കണക്കിന് രൂപ എങ്ങനെയാണ് സമ്പാദിക്കപ്പെടുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഏത് തലത്തിലാണ് ഇവിടെ മാധ്യമങ്ങൾ ചോദിക്കുന്നു ആരും എന്താണ് സിപിഎമ്മിന്റെ നേതാക്കന്മാർ എന്താണ് പ്രസ്താവന ഇറക്കാത്തത്? ഈ ജയരാജന് അനുകൂലമായി പ്രസ്താവന ഇറക്കാത്തതെന്നാണ്. ഈ വിഷയത്തിൽ എന്താണ് സംസാരിക്കാത്തത്? എങ്ങനെ സംസാരിക്കാൻ കഴിയും? ഈ വിഷയത്തിൽ സിപിഎം നേതൃത്വം സംസാരിച്ചാൽ സിപിഎം നേതൃത്വം തന്നെ കുടുങ്ങുമെന്ന് വളരെ വ്യക്തമായി സിപിഎം നേതൃത്വത്തിനറിയാം. അതുകൊണ്ട് സിപിഎം നേതൃത്വം അത് സംസാരിക്കാൻ ഇടപെടാനില്ല. ഈ ജയരാജനെ സംരക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ്. ആരാണ് വന്നിരിക്കുന്നത്? ഒരു സിപിഎം സംസ്ഥാന നേതാക്കളുമില്ല, ഒരു ജില്ലാ നേതാവുമില്ല. ആകാശത്തിലെങ്ങനെയാണ് സിപിഎമ്മിന്റെ പി ജയരാജനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രസ്താവന ഇറക്കുന്നത്? ആ പ്രസ്താവനയിൽ എന്താണ് പറയുന്നത്? മീഡിയാസും കൊണ്ടു നടക്കുന്നവർ വിചാരിച്ചാൽ നിങ്ങൾക്ക് പ്രത്യക്ഷം കിട്ടില്ല. എത്ര നാൾ നിങ്ങൾ പോകുമെന്ന് നിങ്ങൾ ചിന്തിച്ചോ എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വകവരുത്തുമെന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പല മീഡിയാസും എന്നോട് ചോദിച്ചു നിങ്ങൾ സംരക്ഷിക്കുമോ എന്ന്. ഇവരെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല. ഇന്ത്യക്കാരുടെ രാജ്യത്ത് കേരള സംസ്ഥാനത്ത് ഒരു പ്രമുഖന് ഒരാള് സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഇവിടുത്തെ പോലീസിനുണ്ട്. അവർക്ക് അതിന് ഉത്തരവാദിത്വ ബാധ്യതയുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? മനു തോമസിന്റെ പ്രസ്താവനയെ നിങ്ങൾ കേട്ടില്ലേ? സുഹൈബിന്റെ ടി.പി. ചന്ദ്രന്റെ ഉറവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ വ്യക്തമായി അറിയാം. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. മനു തോമസ് ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ടി.പി. ചന്ദ്രന്റെ കേസ് ഉൾപ്പെടെ സുഹൈബിന്റെ കേസ് ഉൾപ്പെടെ ആ കൊലപാതകത്തിൽ സിപിഎമ്മിന്റെ നേതൃത്വത്തിന് പങ്കുണ്ട് എന്ന് അന്നും ഇന്നും പ്രതിപക്ഷം പറയുമ്പോൾ സിപിഎം അതല്ല എന്ന് ഞങ്ങൾക്കത് ഉത്തരവാദിത്തമില്ല എന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ ഇന്ന് മനു തോമസ് സിപിഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരിക്കുന്ന മനു തോമസ് തന്നെ ആ കാലഘട്ടത്തിൽ സിപിഎമ്മിന്റെ മെമ്പറായിരിക്കുന്ന ജില്ലാ കമ്മിറ്റി മെമ്പറായിരിക്കുന്ന മനു തോമസ് തന്നെ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഇന്നലെ പറഞ്ഞിരിക്കുന്നു. ടി.പി. ചന്ദ്രൻ കേസിലും സുഹൈബ് കേസിലും ആരാണ് പ്രതികളെന്ന് വിരൽ ചൂണ്ടാൻ വളരെ വ്യക്തമായി വിരൽ ചൂണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, സിപിഎം എന്നൊരു പാർട്ടി എങ്ങോട്ടാണ് പോകുന്നത്? എന്താണ് അവരുടെ അവസ്ഥ? ഓരോ ദിവസം കഴിയുമ്പോഴും സിപിഎമ്മിന്റെ പടലം പതറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം രസകരമായ ഒരു ചിത്രം നമ്മൾ കണ്ടു. സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട് ടി.പി. ചന്ദ്രൻ കേസിലെ പ്രതികൾക്ക് ഇളവുകൾ കൊടുക്കരുത് എന്ന് ഹൈക്കോടതി വിധി വളരെ വ്യക്തമായി പറയുമ്പോൾ ആ വിധിയെ ധിക്കരിച്ചുകൊണ്ട് ടി.പി. ചന്ദ്രൻ കേസിലെ പ്രതികൾക്ക് ഇളവ് നൽകാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആ തീരുമാനമെടുത്തു. പൊതുനേതൃത്വത്തിൽ ചർച്ചയായി, നിയമസഭയിൽ ചർച്ചയായി, പൊതുസമൂഹത്തിൽ ചർച്ചയായി. അപ്പോൾ പിണറായി വിജയന്റെ ഒരു പ്രഖ്യാപനം വന്നു. ഈ തീരുമാനമെടുത്തത് സൂപ്രണ്ടിനെയും അതിൽ ചാർജ് വഹിക്കുന്ന സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ആലോചിക്ക്.
TP ചന്ദ്രൻ കേസിലെ പ്രതികളും ഈ ജയിലിലെ സൂപ്രണ്ടോ ജീവനക്കാരും എന്ത് ബന്ധമാണ്? TP ചന്ദ്രൻ കേസിലെ പ്രതികൾക്ക് ഈ ജീവനക്കാരും ജയിൽ ജീവനക്കാരുമായി എന്ത് ബന്ധമാണുള്ളത്? ഒരു ബന്ധവുമല്ല. CPM-ന്റെ ഉന്നത നേതൃത്വം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടാണ് ഈ ജയിൽ അധികാരികൾ അങ്ങനെ ഒരു തീരുമാനമെടുത്ത്. പക്ഷേ പാവപ്പെട്ട ജയിൽ അധികാരികളെ ബലിയാടാക്കിക്കൊണ്ട് രക്ഷപ്പെടുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് ജനങ്ങൾ ഉണർത്തി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതിനാണ് ഞങ്ങൾ ഇവിടെ ജനകീയ സദസ്സ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ജനങ്ങൾ ഏറ്റെടുക്കണം. ഇത്തരത്തിലുള്ള നിലപാടുമായി ഈ ഗവൺമെന്റും ഈ പാർട്ടിയും മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുവാൻ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്, കടമേണ്ട കർത്തവ്യമുണ്ട്. അത് ഏറ്റെടുക്കണമെന്ന് മാത്രം ഞാനിവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ ജനകീയ സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഏറെ ബഹുമാനനായ രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അവരുടെ ക്ഷണിച്ചു.